ചൈന ഗ്രാസും ജലറ്റിനും ഒന്നും ഇല്ലാതെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റിലുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പിസ്താഷ്യോ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് ഒന്ന് അങ്ങ് അടിച്ചെടുത്താൽ ഇതാണ് നമ്മുടെ പിസ്താഷ്യോ ക്രീം റെഡിയായി. ഇനി ഒരു സോസ് പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് പഞ്ചസാരയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ കുറച്ച് പാലിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തതിന് ശേഷം പാലിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് 2 സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മൾ ഏത് മോൾഡിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഗ്യാപ്പൊക്കെ ബ്രെഡിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് ഫിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു കസ്റ്റാർഡ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു പിസ്താഷ്യോൻ്റെ ക്രീമും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മുകളിൽ കുറച്ച് പിസ്താഷ്യോ ഒന്ന് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയറിൽ വീണ്ടും നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും നമ്മൾ ഒരു പിസ്താഷ്യോയുടെ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഒട്ടും നിർബന്ധമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കുറച്ച് പിസ്താഷ്യോയുടെ ക്രീമിൽ ഗ്രീൻ കളർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് അങ്ങ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. പിന്നെ സൈഡിലൊക്കെ കുറച്ച് പിസ്താഷ്യോ ചോപ്പ് ചെയ്തും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.